10-ാം നില അല്ല 9-ാം നിലയുടെ മേലെ നിന്നും സ്റ്റെയർ കേസ് വഴി നമ്മൾ താഴെ ഇറങ്ങുകയാണ്. ആദ്യം പോയിട്ടുണ്ട്, ഞാൻ പിന്നാലെ പോകുന്നുണ്ട്. ഇതൊരു ചാലഞ്ചായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഗൈസ്. ലിഫ്റ്റില്ലാണ്ടല്ല, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. നമ്മളെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ കല്യാണത്തിന് നമുക്ക് കൂടാൻ പറ്റിയില്ല. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയിൽ കല്യാണം കൊണ്ട് വെച്ചാൽ നമുക്ക് കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ അബുദാബിയിൽ നിന്ന് കണ്ട് വരുന്നുണ്ട്. സോ അവരെ കാണാൻ വേണ്ടി പോവാണ്. അടിയിലൊക്കെ നല്ല വെള്ളമാണ്, നമുക്ക് നോക്കാം. നിറച്ച് വെള്ളമാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല, പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഏത് ഫ്ലോറായി എന്നുള്ളവർക്ക് അറിയാട്ടോ, അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഞങ്ങൾ വേറെ ഡ്രസ്സില്ല കേട്ടോ. ബോട്ടിട്ട് കളിക്കാൻ പോവല്ല. നമ്മളിപ്പോ എടുക്ക പാർക്കിങ്ങിന്റെ എടുക്ക പോണ്. വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളം നനയാതെ രക്ഷപ്പെടാം. വണ്ടികളൊക്കെ എപ്പോഴും മുങ്ങി മുങ്ങി നിൽക്കുക. അയ്യോ േക്കാളും വെള്ളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടാനായിരുന്നു പണി, പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. കടയിൽക്ക കടകളുടെ അവസ്ഥ. ഒരു മൈസൂർ പാക്ക് മേടിച്ചു. റൂമിന്റെ കീ ഇതിലൊന്ന് സ്ഥാപിച്ചാൽ അവസ്ഥയാണ്. വണ്ടിയുടെ ഒക്കെ അവസ്ഥ നോക്കി. സാധനം വാങ്ങി. മൈസൂർ പാക്ക് എടുത്തില്ല, മറന്നില്ല ഞങ്ങള്. മറക്കും. വേണ്ട 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 വേണ്ട. ഇനിയിപ്പോ ഇനിയും കയറണ്ടേ? വേണ്ട, പിന്നെ മേടിക്കാം. മറന്നു എന്റെ കാര്യം ഞാൻ മറക്കും. അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കളി മാറി, ഇപ്പൊ കളി മാറി. അതെ, മുട്ട് വരെ വെള്ളമുണ്ട്. അയ്യോ, ഇത് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അതില്ലേ നല്ല എന്താ അറിയോ, ഞങ്ങളെ ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒരുമാതിരി മെൻ്റൽ പിടിച്ച അവസ്ഥ. അതുകൊണ്ട് നമ്മൾ രാത്രി ഇന്നലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി. സോ ഇന്നും നമ്മൾ ഈ നേരത്തെ ഒന്ന് ഇറങ്ങിയെന്ന് വെച്ചാലേ നമുക്ക് റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വർക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മാറണം. ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, അൽഹംദുലില്ലാ പറയണം. കാരണം നമുക്ക് അതുപോലത്തെ സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ എന്താ പറയുക, ടോട്ടലി ഈ യുദ്ധവും ഈ മഴയും ഒക്കെ കൂടെ ആയിട്ട് ടോട്ടലി നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇത് ചിലപ്പം പുറമെ നോക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ എന്താ പറയുക, ഇന്റേണൽ കാര്യങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും ഓവർകം ചെയ്യണം. അവസ്ഥ വരെ പറയുന്നു. എന്താ എന്നാലും നിങ്ങൾ മൈസൂർ പാക്ക് വാങ്ങി തന്നില്ലല്ലോ.
നിങ്ങളോട് മൈസൂർ പാക്ക് വാങ്ങി തന്നില്ലല്ലോ. അത് മറന്നില്ലേ? ഫസ്റ്റ് മറന്നില്ലേ? ഫസ്റ്റ് മറന്നാ കഴിഞ്ഞു. പിന്നെ രസമല്ല. വേറെ കുളങ്കര. അയ്യോ അയ്യോ കുറവുണ്ട്. ഇന്നലെ ഇവിടക്ക് വെള്ളം ഉണ്ടായിരുന്നു. കുറവാണ് കാറ്റിനിതൾ പൊഴിയൽ. ഇതൊക്കെ ഗ്ലാസ് പൊട്ടിപ്പോയതാണ് ഈ കടയുടെ. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. നമ്മുടെ വണ്ടി ഇവിടെ ഇല്ല. നമ്മുടെ വണ്ടിയുമായി അവരിപ്പോ വരും. ആ ഇവിടെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഇവിടൊക്കെ പറ്റി. നല്ലൊരു ബ്ലൂ ലൈറ്റ്. ആ അത് രസമുള്ള ഒരു സീനറി. നൈസ്. നല്ല തണുപ്പുണ്ട് അല്ലേ? കോർണിഷ്. നമ്മളെ കാറിലേ എന്താണ് വണ്ടി കഴുകിക്കൂടെ നായ്ക്കളെ? നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. മഴ വന്നു വെള്ളം പൊങ്ങി സഹായിക്കാനായി റബ്ബ് പോയി. വെള്ളം എടുക്കണ്ട. വെള്ളോട്ടാ വെള്ളം വെള്ളം വെള്ളം. കണ്ട 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 കണ്ട. ഹർദീസിലെ ഫുഡ് വെയിറ്റിംഗ് ആണല്ലേ മിക്കു? മിക്കുന് എന്ത് ഫുഡാ വേണ്ടത്? സൗണ്ട് ഉണ്ടാക്കലടാ. വിളിക്കല്ലേന്ന് പറഞ്ഞോടി. അവിടെ ആൾക്കാരിക്കല്ലേ? അല്ല അതന്നെ ഫ്രഞ്ച് ഫ്രൈസിന്റെ വേറെ രീതിയിൽ കട്ട് ചെയ്ത് തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഹർദീസ് അടിപൊളിയാണ്. നോട്ടെ ണ്ടാ ബീഫാ? ആണോ? അറിയാത്തൊരു നമ്മൾ ഗ്രാൻഡ് മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ ഈ പുഴയും കടലും ഒക്കെ താണ്ടിയിട്ട് വേണം വീട്ടിലെത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ 2-3 ദിവസമായിട്ടുള്ള നമ്മുടെ മഴയുടെയും കാറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണും. ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ സമയമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്നറിയാലോ. അതിനുവേണ്ടി മാത്രമാണ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. എപ്പോഴും സന്തോഷം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഇങ്ങനെയും ദിവസങ്ങൾ ഇവിടെ കടന്നു പോയി എന്നുള്ളത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മുടെ ഭാവിയിൽ വരുന്ന മക്കൾക്കും ഒക്കെ കാണാമല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്.
കല്ലല്ല ഇതിന്റെ കംപ്രസർ പോകും. ഇതിന്റെ കടല് കാണാൻ നിൽക്കണ പോലെ ഉണ്ട്. കടല് കടല് നോക്കി ആകെ കുറച്ച് നേരം മഴ പെയ്തോളൂ. ഇന്നത്തെ ഈ അവസ്ഥ ഇത് ശരിക്കും ഒരു വൺ ഡേ പെയ്ത എന്തോ അവസ്ഥ. ആ മോനെ നടന്നു നടന്നു നടന്നു